നീയൊക്കെ നല്ല സ്വഭാവം തന്നെ കേട്ടാ കാണിച്ചത്. നമ്മൾ എത്ര നേരം കാത്തു നിന്നാ നിന്നെയൊക്കെ. നിനക്കൊക്കെ വേറെ ഫ്രണ്ട്സ് ആയെങ്കിൽ പൊക്കിയോണം. പിന്നെ താറാവിനെ കൂട്ടിയിട്ടടക്കം നിക്കുന്നല്ലാണോ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മരത്തൊന്നും. ഫ്രണ്ട്സിന് ഒരു വാല്യൂ പറഞ്ഞ നീയൊക്കെ. എക്സാം ആയിപ്പോയി. എക്സാം പോലും കഴിഞ്ഞ ആഴ്ച 20-2 വാങ്ങിയല്ലോടാ നീ. നിനക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഇന്നലെ അനുഭവിച്ച വിഷമം എന്തിനാണെന്ന്. പിള്ളേരെ പോലെ പിണങ്ങാതിരാ, കളിക്കാൻ വാ. എനിക്കൊന്നും വയ്യ, ഞാൻ പിന്നെ ആൾക്കാർ സച്ചു അളിയാ, നിനക്ക് ലക്ഷ്മിയായിട്ട് എന്തൊരു പരിപാടി? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമായി കേട്ടാ. പിന്നെ സ്റ്റാറ്റസിനകത്ത് എന്ന് വെച്ചാൽ നിനക്ക് ഫോണില്ലാതായി പോയി. നീ A to Z എഴുതി കൊടുത്തെന്ന് പറയുന്നു ലവ് ലെറ്ററിൽ. എന്റെ പൊന്നളിയാ, ഇനി മേലെ ഇങ്ങനെ കാണിക്കരുത്. ABCDEFGHIJKLMNOPQRSTUVZ അത് എഴുതി കൊടുത്തിട്ടാണ് ഐ ലവ് യു എന്ന് പറയുന്ന. ഈ പ്രാവശ്യത്തിൽ ഞാൻ ക്ഷമിക്കും. ആദ്യം വിദ്യാഭ്യാസം ഉറക്കണം, എന്നിട്ട് പ്രപ്പോസ് ചെയ്താ കേട്ടാ. ഇനി കാണിക്കരുത്. കളിക്കാൻ പറഞ്ഞ നേരത്തെ. നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ അളിയാ, പോയി പണിഞ്ഞളയല്ലേ കേട്ടാ. ഓക്കെ, വേറെ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടൊന്നുമല്ല. നിന്റെ ഇവിടെ സെറിലാക്ക് ഉണ്ടാളിയാ, ഇത്തിരി സെറിലാക്ക് കൊണ്ട് താളിയാ, ഭയങ്കര ടേസ്റ്റ് ആണ്. കൊടുത്തരൂ അളിയ, നീ എന്തെങ്കിലും ഒന്ന് മിണ്ടളിയാ. ഉമ്മാരൊരു വല്ലാത്ത അളിയന്മാര് കൂടെ. ഡാനി നീ ചുമ്മാ സംസാരിക്ക. ഡാനി നീയാണ് അവനെ അളിയ 1/2 കിലോയും വെച്ച് പോയി ഉടക്കരുത്, അവിടുത്തെ തറയടിക്കും. ഫ്രണ്ട്സ് ആണ്, ഇനി കിടന്ന് നമ്മൾ അടി ഉണ്ടാക്കരുത്. ഓക്കെ? സോറി. ഓ ശരി ശരി, ഞാനും വിട്ടു. വിട്ടപ്പോ നീ കൈ പിടിച്ച് ഇരിക്കാൻ തിണ്ടാ. ആശ്രമം ചുമ്മാ ഉടക്കുന്നടാ. ഡാനി നീ ഭയങ്കര ക്രിമിനലായിട്ട് വരെയാണ് കേട്ടാ. നീയാണ് അവനെ വഷളാക്കുന്ന ആശ്രേ. ഞാൻ സഞ്ജനയ്ക്ക് മെസ്സേജ് ഇടാം. സഞ്ജന ആര്? അവന്റെ അമ്മ എന്റെ ഫ്രണ്ടായിരുന്നു, എന്റെ കൂടെ പഠിച്ച. നീ ഇതാടുത്തും പറയല്ലേ. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും. അപ്പൊ പറഞ്ഞറിയാലോ, എന്റെ കൂടെ നിന്നോണം. നീ അവളെ മുന്നേ ഹീറോയും, നമ്മൾ അവളെ മുന്നേ സീറോയും. അവള് വന്ന് കയറുമ്പോ അവളെ റാഗ് ചെയ്ത് അവളെ പേടിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ അവിടെ വില്ലനായിട്ട് നിൽക്കുമ്പോ അവളെ രക്ഷിക്കാൻ വേണ്ടി ആര് വരും? നീ വരും. പേടിച്ചിട്ട് പെടുക്കും. നിന്റെ പേരെഴുതി വെക്കും. അതൊന്നും വേണ്ട, ഉണ്ടായി. നീ വെറും വൃത്തിയായിട്ട് സംസാരം. ഞാനേ സൗണ്ട് മാറ്റി സംസാരിച്ചേ. എടി പിന്നെ നമ്മൾ ഇവിടെ ഉണ്ട്. അല്ല, ഒരു വ്യത്യാസമില്ല, മിണ്ടായി. എന്താ കബഡി പ്ലേയേഴ്സ് എവിടെ പോണ്ടി കയ്യിലേ കൊടുത്ത് ഫസ്റ്റ് ഇയർ എന്നൊക്കെ അറിഞ്ഞൂടെ പിടിച്ചാ പൊതിച്ചളയും ഞാൻ പിടിച്ച് ചെരവിക്കളയും ഞാൻ. തേങ്ങ കച്ചവടം നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോട്ട്. നിനക്ക് നമ്മൾ അറിയാം, ഇവിടെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ചോറ് കട്ട് തിന്നാൻ ചോറുണ്ടെന്ന് പേരുള്ളവന്മാരാണ് നമ്മള്. ഞാൻ ഉച്ചക്ക് ചോറ് തിന്നുപോയി, സോറി. ഞാൻ നാളെ ചോറ് കൊണ്ടുതരാം. ചോറ് ചോദിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നിരിക്കുന്ന. നീ കൊച്ച, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരത്തില്ലടി. ഇവിടെ ഇപ്പൊ ആര് വന്നാൽ തന്നെ ഒരുത്തരെ ഞങ്ങൾ വകവെക്കൂല. അതാണ് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളു. എടി പ്രിൻസിപ്പാളിന്റെ കസരയുടെ ഗുണ്ട് പൊട്ടിച്ച കേസ് എന്റെ ഇപ്പോഴും കിടന്നു. ഞാനും ഉണ്ടായില്ല, അതുപോലും ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്കാണ് നീ വന്ന് ഈ ചുരപ്പ് കാണിക്കുന്ന. നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങളെ കൊണ്ട്? അത് എന്റെ ഈ അപ്പൂപ്പന്റെ വഴി. അയ്യോ സോറി. താങ്ക്സ് ഒന്നും വേണ്ട. മൈ നെയിം ഈസ് ഹാഷ്യം, അവിടുത്തെ സീനിയർ ആണ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളി, നാച്ചുറൽ. ഇങ്ങനെയുള്ളമാര് എപ്പോഴും റോഡിൽ വരും. കുട്ടി പേടിക്കണ്ട. പേരെന്താണ്? അഞ്ജലി. എനിക്കറിയാം, എല്ലാം അറിയാം കുട്ടിയെ പറ്റി. അവൻ ഉമ്മച്ചളയുന്നോ പ്രാന്തനാണ് അവൻ. എന്റെ നമ്പർ ടോയ്ലറ്റിന്റെ ബാക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ട്. അതെ, കമ്മിറ്റഡാണ്. എത്ര വർഷം? 5 വർഷം. പെങ്ങള് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഇക്കാട അടുത്ത ആളാണ് നമ്മളറിഞ്ഞത്. ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. ഇക്ക മൈൻഡ് ആയിട്ടില്ല. നിർത്ത്. എന്ത്? ആൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ നാടകം കളിച്ച ഈ പൊടി. എന്നെ ഒന്ന് പ്രേമിച്ചാലെന്തടി പൂങ്കരളെ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല.
എനിക്ക് 10 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 10 കോടിയുടെ. അതെങ്ങനെ ശരിയാവും ഹാഷിർ? എനിക്കുണ്ടായ നഷ്ടമോ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാതെ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. ബിസിനസ്സിൽ എപ്പോഴും നഷ്ടവും ലാഭവും ഉള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് രാത്രി മുഖുവിനെ ഒന്ന് വിളിച്ച് നമ്മളെ കാര്യം ഡീൽ ചെയ്യിപ്പിക്കാം. മുഖു ഹു മുഖു ക്ലോസ് ആയർ മുഖു എന്നാണ് പറയുന്നത് കേട്ടോ, ഞാൻ വിട്ടുപോയി. മുകേഷ് അംബാനിയുടെ. ഈ തമാശ ഞാൻ ഇന്ന് തന്നെ അധുവിനെ വിളിച്ച് പറയും. അതുവോ? ഹൂയിസ് അതു? എടാ അധാനിയടാ. സോ മെനി കണക്ഷൻ. പിന്നെ നാളെ ഈവനിങ് കൊച്ചിയിൽ 21 റോൾസ് റോയ്സ് വന്നിറങ്ങുന്നുണ്ട്. ആരാണ് പോയി എടുക്കുന്നത്? എന്ത് വർത്താനം അത്? റോൾസ് റോയ്സ് എടുത്തു? ഞാൻ BM അല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണ് എന്റെ ഇരിക്കുന്നത്. ബാക്കി 500 കോടി ഞാൻ എടുത്ത് കാറ്റിപ്പറത്തിക്കളയും. വിനായക, നീ ഇങ്ങനെ പിണങ്ങുകയാണെങ്കിൽ എന്റെ ഇരിക്കുന്ന 2000 കോടി എടുത്ത് ഞാൻ കത്തിച്ചു കളയും കേട്ടല്ലേ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കല്ലേ. 3 രൂപ കൊളുക്കുമല്ല ഞാൻ വിൽക്കാൻ പോവുകയാണ്. ബെസ്റ്റ് ഡീൽ അല്ലേ? അവിടുന്ന് വരുന്ന തേയില പൊടിച്ചാണ് എന്റെ ഉമ്മാമാക്ക് ഞാൻ ചായ കൊടുത്തോണ്ടിരുന്നത്. അവിടുത്തെ 4000 കോടിയുടെ നിക്ഷേപം നഷ്ടപ്പെടും. മൊത്തം 40,000 കിലോയാണ് അവിടുത്തെ ടേണിങ് വരുന്നത്. നീ കുളുക്കുമല്ല വിൽക്കാൻ നിൽക്കരുത്. അത് നമ്മളെ ഭയങ്കര നഷ്ടം ഉണ്ടാകും നമുക്ക്. എനിക്ക് അതിന്റെ പകുതി പൊളിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾ തരൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി PM-നെ വിളിക്കാൻ നിൽക്കണം. PM-നെ ഞാൻ നാളെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റന്നാൾ CM-ന്റെ മീറ്റിംഗ് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. നീ എന്റെ അടുത്ത് ഇതൊന്നും പറയാത്ത എന്താ വിനായക? എനിക്ക് ആ താജ്മഹലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന 10 സെന്റ് ഞാൻ വിറ്റോട്ടെ. ആ താജ്മഹലിന്റെ അടുത്ത് കിടക്കുന്ന 10 സെന്റിൽ നിന്നാണ് ജമന്തിപ്പൂ നമ്മൾ വിറ്റ് 5000 കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? എടാ നീ വിഷമിക്കല്ലേ. കാശ്മീരിലെ 3 മഞ്ഞുമല വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പകുതി ടേൺ ഓവർ തിരിച്ചു പിടിക്കാം. ആ മഞ്ഞുമലയിലാണ് ഞാൻ എന്റെ വൈഫും എന്റെ കൊച്ചും കൂടെ കുത്തി മറിയാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കുന്നത്. അത് വിറ്റ് കളഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് കുത്തി മറിയട്ടാ. ഹലോ, എത്ര? 8 ലക്ഷം. ഓക്കെ. എന്താ അത് ബുർജ് ഖലീഫയുടെ കറണ്ട് ബില്ല് വന്നു. ബുർജ് ഖലീഫയിൽ ഇപ്പൊ ആരാ താമസിക്കുന്നത്? രണ്ടാമത്തെ വൈഫ്. ഹാഷിറ, നിന്റെ രണ്ടാമത്തെ വൈഫ് എനിക്ക് 2000 കോടി തരാനുണ്ട് കേട്ടോ. അതൊക്കെ എഴുതി തള്ളു. ഈ നമ്മളെ കിടക്കുന്ന എല്ലാം കൂടെ വിറ്റ് പറക്കിയ എല്ലാം കൂടെ എത്ര വരും? 15,000 കോടി വരും. 15,000 കോടി നമ്മൾ റൊണാൾഡോയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ക്ലബ്ബ് തുടങ്ങുന്നു. അപ്പൊ മെസ്സിയോ? മെസ്സി വരട്ടെ. മെസ്സി റൊണാൾഡോ അങ്ങോട്ടിട്ട് കളിപ്പിക്കാം. എല്ലാരും വരട്ടെ. എല്ലാരും കൊണ്ടുവന്ന് നമുക്ക് ഇറപ്പിക്കാം. അടുത്ത ആഴ്ച എന്റെ 4ാമത്തെ വൈഫിന്റെ പ്രസവമാണ്. തന്നല്ലേ? അന്ന് തന്നെയാണ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗും. ട്രംപ് ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല. അന്ന് ആൾ ഇംഗ്ലീഷേ പറയും. വെരി ഫണ്ണി. ഓക്കെ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ? പെട്ടെന്ന് കളിയാ. ഓടിയോ എന്ത് വിളിച്ച? നിന്റെ സങ്കല്പത്തിലെ പെൺകുട്ടി എങ്ങനെയായിരിക്കണം? നല്ല ഉണ്ട കണ്ണുകളായിരിക്കണം അവക്ക്. എനിക്ക് ഉണ്ട കണ്ണുള്ള പെൺകുട്ടികളെ ഇഷ്ടം. ചന്തി വരെ മുടി വേണം. എനിക്ക് അങ്ങനെ ഒരുപാട് മുടിയൊന്നും വേണ്ട. എനിക്ക് ഇവിടെ ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ആടി ഡിൻ 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 ഡിൻ. എന്റെ കൊച്ചു ഓടുമ്പോ സൗണ്ട് കേൾക്കണം. അത് അലറിക്കൊണ്ട് ഓടും. അത് പാദസര ഇട്ടോണ്ട് ഓടണം, അതിന്റെ സൗണ്ട്. എനിക്ക് വലിയ പിരികമുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ പിരികമാണോ? ഇത് മീശയല്ലേ? ഈ ചിരിക്കുമ്പം മോണ കാണുന്ന പെൺകുട്ടികളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാ എനിക്ക് ചിരിക്കുമ്പോ നുണക്കുഴിയാണ് പെൺപിള്ളേർ ഭയങ്കര ഇഷ്ടം. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അത് മുഖം ചിരിക്കുമ്പോ കിണർ കണക്ക് കുഴിഞ്ഞു പോണം. എനിക്ക് വലിയ ചെവിയുള്ള പെൺപിള്ളേർ ഭയങ്കര ഇഷ്ടം. വൈസ് വേഴ്സ, എനിക്ക് ചെറിയ ചെവിയുള്ള പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടം. ചിരിക്കുമ്പോ കൊമ്പലുള്ള പെൺപിള്ളേർ ഭയങ്കര ഇഷ്ടം. എനിക്ക് ചിരിക്കുമ്പോ പല്ല് കാണാത്ത പെൺകുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടം. ഇത്തിരി മുന്നേ മോണ കാണുന്ന പെൺകുട്ടിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ മാറ്റി പറഞ്ഞു. ഇഷ്ടങ്ങൾ മാറ്റിയും തിരിച്ചും പറയരുത് ആശിർ. എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കണം. നീ എത്രാമത്തെ റിലേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്? 10. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. എനിക്ക് പൊക്കം കുറഞ്ഞ പെൺകുട്ടികളാണ് ഇഷ്ടം. എനിക്ക് നല്ല പൊക്കമുള്ള പെൺകുട്ടികളാണ് ഇഷ്ടം. കാരണം എന്ന് പറഞ്ഞ ആ പെൺകൊച്ചിന് എന്നെ ഒരു അടി അടിക്കണമെങ്കിൽ വെച്ച് അടിച്ചു തരാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ ആ കൊച്ചിന് കൊടുക്കും. എനിക്ക് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് എല്ലാം നാടനാണ് ഇഷ്ടം. ആഹാ. നാടൻ വീട്ടിൽ വളർത്തിയ കോഴിയുടെ മുട്ട, ആഹാ. നാടൻ പോത്തിറച്ചി, ആഹാ. അതുപോലെ നാടൻ പെൺകുട്ടികളോടാണ് എനിക്ക് താല്പര്യം. എനിക്ക് മുല്ലപ്പൂ വെച്ച് വരുന്ന പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടം. നല്ല മണം അവർക്ക്. മണക്കാണെങ്കിൽ സ്പ്രേ വാങ്ങി കൊടുത്താ പോരാടാ ചുമ്മാ. ആശിറ, നിന്റെ ഇഷ്ടങ്ങൾ കേട്ടപ്പോൾ ഞാൻ ചിരിച്ച് പാസ്സാക്കി വിട്ടു. എന്തുകൊണ്ട് എന്റെ ഇഷ്ടം നീ താല്പര്യപ്പെടുന്നില്ല? അങ്ങനെ വഴി കൂടെ പോണോണ്ട് ഇഷ്ടങ്ങൾ പാസ്സാക്കി വിടാൻ ഞാൻ ആര്? നീ ആര്? എടാ നീ ആര്? നീ ആരാ? അതല്ല ഞാനും ചോദിക്കുന്നത്. നീ ആര്? ചുമ്മാ ലോജിക്കില്ലാതെ സംസാരിക്കരുത്. ആദ്യം ചോദിച്ചവരാണ് പരിഗണന. സോറി, ഞാൻ ആശിറ പൊട്ട. എടാ ആശിറ, എനിക്ക് നല്ല വലിയ കണ്ണുള്ള പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടം. ഇതല്ല നീ വന്നപ്പോ തൊലിച്ചു വെച്ചപ്പോ വീണ്ടും അത് തന്നെ പറയുന്ന. ഒന്നുകൂടെ കേട്ടതെന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കാൻ പോലല്ല. അത് ശരിയാണല്ലോടാ, ഞാൻ കേട്ടോളാം. പറ നീ. ഓക്കെ. എടാ നീ നേരത്തെ പറഞ്ഞില്ലേ മോണുള്ള പെൺപിള്ളേരെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം. അതെങ്ങനെ ഇപ്പൊ നിന്റെ ഇഷ്ടമായി? അത് എന്റെ മാത്രം ഇഷ്ടമല്ലായിരുന്ന? എടാ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം ആയിക്കൂടെ? നിന്റെ അടുത്ത് ഒരു തേങ്ങ സംസാരിക്കാൻ കൊള്ളത്തിലൂടെ. എന്തൊരു സംസാരിച്ചിട്ട് എങ്ങനെ അടി വന്ന് തീരുന്നോ? അന്നത്തെ ആ ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു അലഞ്ഞ് മറ്റൊരു മുഖമുണ്ടെന്ന്. തല കൊണ്ട് കഥകളി കളിക്കുന്ന മുഖം. 1 മിനിറ്റിൽ അവൻ 500 തവണ തലകുലുക്കി എന്നെ അത്ഭുതപ്പെടുത്തി. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന? ഇടയ്ക്ക് കറണ്ട് പോയി. എവിടെ പോയി? തലയിട്ട് കുടിക്കൊണ്ടിരുന്നു. പോടാ,
പിന്നെ നിനക്ക് എങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം? ഒരു തേങ്ങയില്ല, നീ വീട്ടിൽ പോടെ. എനിക്ക് മുടി വേണം. എല്ലാം ഇഷ്ടം പോയി. ഞാൻ ഒരു ഫണ്ടാസ്റ്റിക് സത്യം പറയട്ടോ. എന്താണ്? നിന്റെ പ്ലേലിസ്റ്റ് അടിപൊളിയാണല്ലേ. താങ്ക് യു. ഇത് എങ്ങനെ ലൈക്ക് അടിച്ച് ചോദിക്കുന്നു? നീ കാറി ഇടുന്ന പാട്ടൊക്കെ ഭയങ്കര രസമാണ്. വലിയ തലവേദന ഒന്നും എടുക്കില്ല. അളിയ ഞാൻ എവിടെയെങ്കിലും പോണതിന് മുമ്പേ രാത്രി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എങ്ങനെയാടാ ഇതൊക്കെ? എന്തില്ലേലും നിന്റെ പ്ലേലിസ്റ്റ്. അളിയൻ കുറെ നേരം കൊണ്ട് ഇത് തന്നെ പറയുന്നത്. എന്തേലും നേടാറുണ്ടോ എന്നെ കൊണ്ട്? നിന്നെ കൊണ്ട് ഞാൻ എന്തോന്ന് നേടും? ഒരു മന്തി നീർക്കുന്നല്ലാതെ. ശരിയാ. ഏതെങ്കിലും പെങ്കൊച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പാട്ട് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇഷ്ടം പോലെ. ചുമ്മാ അളിയ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നിന്റെ പ്ലേലിസ്റ്റ് അടിപൊളിയാണ്ടാ. താങ്ക് യു. സൂപ്പറാടാ. താങ്ക് യുടാ. സൂപ്പറാടാ. എടാ താങ്ക് യുടാ. സൂപ്പർ. അളിയ ഒരു കാര്യമല്ലേ നീ തിരിച്ചു മറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന? അയ്യോ, നീ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന പാട്ടൊക്കെ എന്നാടാ? എന്തുവാടാ അത്? നിന്റെ സ്റ്റോറി കാണാൻ ഭയങ്കര രസമാടാ അത്. ഒരു സ്റ്റോറിക്ക് വേണ്ടിട്ട് ചിലപ്പോ ഞാൻ 1.5 ദിവസമൊക്കെ പാട്ടിന് വേണ്ടി ചെലവാക്കും. എന്നാ കഴപ്പാടാ നിനക്ക്? ആശ്ര ഒരു അടിപൊളി പാട്ട് കിട്ടി. ആശ്ര ഈ പാട്ടില്ലേ നമ്മളെ ബ്രെയിനുമായിട്ട് കണക്ട് ആവൂടാ. ആശ്ര മെൽറ്റ് ആയി പോവാ പാട്ടില്. ഹീൽ ആവൂടാ. वाह क्या लड़का है, वेरी हैंडसम बॉय, इससे तो बहुत मजा आएगा। रुकिए ना, थोड़ा सा काम है। अरे बाबू ऐसे क्यों बोलते हो, रुको ना। सुनो ना, एक बात बोलना है।